ഇങ്ങനെ നോക്കുന്നേ? ഞാനില്ലേ ഒപ്റ്റിമം ന്യൂട്രീഷന്റെ വേ പ്രോട്ടീൻ വാങ്ങാൻ വന്നാണ്. എനക്കൊരു ഡൗട്ട് ഉണ്ട്. ഇതിൽ 24 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, ഇതിലും 24 ഗ്രാം പ്രോട്ടീൻ. ഇതിൽ 29 ഗ്രാം സ്കൂപ്പ് ഉണ്ട്, ഇതിൽ 29 ഗ്രാം സ്കൂപ്പ് ഉണ്ട്. ഇതിന് വില കൂടുതൽ, ഇതിന് വില കുറവുണ്ട്. അപ്പൊ ഇതിലെ ഡിഫറൻസ് എന്താ? ഓ അതാണോ? അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. രണ്ടിന്റെ സ്കൂപ്പും കാര്യങ്ങളെല്ലാം ഒരേപോലെയാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം പെർഫോമൻസ് വേയുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞെങ്കിൽ വേ കോൺസെൻട്രേറ്റും വേ ഐസോലേറ്റും ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിനും ബ്ലെൻഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് വേ കോൺസെൻട്രേറ്റ് ആണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞെങ്കിൽ വേ ഐസോലേറ്റും വേ കോൺസെൻട്രേറ്റും ഹൈഡ്രോളൈസ്ഡ് വേയും. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഐസോലേറ്റ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റില് ഐസോലേറ്റ് ആണ് കൂടുതൽ, ഈ ഒരു പ്രൊഡക്റ്റില് കോൺസെൻട്രേറ്റ് ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വില കൂടുതൽ. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പോ തമ്മിൽ വേറൊരു വ്യത്യാസം കൂടി ഉണ്ട്. അതെന്ത് വ്യത്യാസം? ഇതൊന്ന് നോക്കിയേ, ബുദ്ധി ചേർക്കത് മനസ്സിലാവും. ഇല്ല, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഓ